മനസ്സിൽ നീ വരുമോ അരുമനാഥാ, മനസ്സിൽ നിവാസിയായ മനസ്സിൽ നിവാസിയായ മൃതരായി മാറും അവിവേകി ജ്ഞാനിയായി ഉടനെ മാറും. മനസ്സിൽ നിവാസിയായ മൃതരായി മാറും അവിവേകി ജ്ഞാനിയായി ഉടനെ മാറും. മനസ്സു മനസ്സല്ലാതായി മാറുന്ന നാൾ മുതൽ മനസ്സിൽ നീ വരുമോ അരുമനാഥാ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല സ്തുതിയുണ്ടാവേ. അപ്പാ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഒരിക്കലും കാണാത്ത ഒരു ദിവസം, ഈ ദിവസം ഇതിന് മുന്നമേ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പാ, ഈ ദിവസം റിപ്പീറ്റ് ചെയ്യപ്പെടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഓരോ ദിവസവും നമ്മൾ തരുന്ന ദാനം അതിൽ പ്രകാരമായിരിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്തെല്ലാമൊക്കെ സംബന്ധിച്ച് ലോകത്തിലായിരിക്കുമോ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയൊക്കെ സുഖകരമായി കാത്തിരിക്കുന്നവയോ സ്തുതിക്കുന്നപ്പ. ഈ മക്കൾക്ക് വേണ്ടുന്നത് വിളമ്പാൻ അടിയായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, എന്റെ നാവും സമർത്ഥനായ ഒരു ലോകത്തിലേക്ക് എഴുത്തുപോലാകൂ എന്ന് പറയുവാൻ തക്കവണ്ണം അങ്ങ് എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ യാചിക്കുന്നു. ദൈവമേ, ഇവർക്ക് വേണ്ടുന്നത് കൊടുക്കാനാണ്. ഈ മക്കളോട് എന്താണ് സംസാരിക്കാനുള്ളത് അത് കൊടുക്കാനുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അനുഗ്രഹിക്കും എല്ലാ മക്കളെയും പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകട്ടെ. വളരെ സന്തോഷമുള്ള ദിവസം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ ആഴ്ച സ്കൂളിൽ നോക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അതിന്റെ എങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് ഇങ്ങനെ പോയിട്ടൊക്കെ വരാൻ പറ്റി, അതൊക്കെ വളരെ ഒരു നമുക്ക് തന്നെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. അത് അതിനേക്കാളൊക്കെ ഒരു നിങ്ങളൊക്കെയുള്ള സഭയാണ് ഒരക്ക പോലും ഇല്ലാത്തൊരവസ്ഥ. അതേപോലെ വളരെ എല്ലാവരും വളരെ ചിന്തയോടെ ഇരിക്കുന്ന, എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ യുവാക്കൾ ഒത്തിരി കൂടുതലുണ്ട്. എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ഇവിടുത്തെ കുടുംബകാര്യത്തിലെ അമ്മമാരും കുടുംബകാര്യം ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ അമ്മമാരെ ആയിരിക്കും. പക്ഷെ അമ്മമാർ മാത്രമായിട്ട് ഒരു കുടുംബത്തിൽ ഇല്ലാമെന്ന് നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തന തലത്തിൽ വളരെ വലിയ ഇഷ്ടം പിടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതിന്റെ കൂടെ എന്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് നാലന്ദ കോളേജിൽ പഠിച്ചതാണ്. നാലന്ദ ട്യൂഷൻ സെന്ററിൽ ഞാൻ എന്നോട് പാടിയിട്ട് അച്ഛൻ്റെ സ്കൂളിൽ. പക്ഷേ അതിനു മുമ്പും എനിക്കറിയാം ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് കാരണക്കാരിൽ ആ കുടുംബമാണ്. ഒരു വലിയൊരു ജീപ്പുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഇവർക്ക് ഈ മക്കൾ 3 പേരും ആ ജീപ്പിൽ കയറി നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്റെ പേര് ശ്രീദേവിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. പക്ഷേ അതിന് ഒരു കാരണമായ കുടുംബത്തിലെ ആ അംഗത്തോടൊപ്പം ഈ ഒരേ സ്റ്റേജ് പങ്കിടുവാൻ ദൈവം ഇത്രയും കാലം താമസിച്ചോ എനിക്ക് പല പ്രാവശ്യം ചോദിക്കേണ്ടി വന്നു. കാരണം ആ മകളാണെങ്കിലും എനിക്ക് ഇവിടെ പറഞ്ഞു കേട്ടത് പ്രകാരം എന്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഒത്തിരി തവണ പുതുമ പോലെ കേട്ടിട്ടുണ്ട്. എന്റെ സങ്കടത്തോടൊപ്പം പങ്കുചേരുന്ന ഒരു കൊച്ചമ്മ. ഞാൻ അങ്ങനെ ഒരിക്കലും വന്നമായി മറക്കുന്നതോ ഒരിക്കൽ പോലും പരിചയപ്പെട്ട ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ മറക്കുന്ന ഒരാളല്ല. ഒരു ദിവസം എനിക്ക് ഒരാളുടെ മുഖം കിട്ടിയാൽ മതി ഞാൻ മനസ്സിൽ പതിച്ചു അവരെന്തൊക്കെ എന്നോട് പ്രവർത്തിച്ചുകൊണ്ടെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടും. അതുകൊണ്ട് ഈ മക്കളും അമ്മയും അപ്പനും അമ്മയും ഒക്കെ അവര് അമ്മ പഠിപ്പിച്ച സ്കൂളിലാണ്, ഞാൻ ചുണ്ടനാഥ സ്കൂളിലാണ് ആദ്യം 1 to 4 പഠിച്ചത്. ഒരുപാട് സാക്ഷികളുടെ ഈ മകളെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അറിയുന്ന കണ്ണൂർ CSIയിലെ മെമ്പറാണ്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു പപ്പ ഒരു കുട്ടികൾക്ക് മാത്രമേ, ഒരു ഫാമിലി കുട്ടികൾക്ക് മാത്രമേ ആരാധന കഴിയുമ്പോൾ പാലെല്ലാം കൊടുത്ത് അങ്ങനെ പോഷിപ്പിക്കുന്ന കണ്ടിട്ടുള്ളൂ. ഈ കൊച്ചമ്മയുടെ കുടുംബത്തെ അങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തിയ മകളാണ് ഇന്നിവിടെ സ്റ്റേജിൽ. 23 ആയിരിക്കാൻ ദൈവം സഹായിച്ച കുടുംബത്തെ
ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വപ്നം പോലെ വന്നതൊന്നുമല്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ പ്രകടനമുണ്ടായാണ്. ഇതിനെല്ലാം കാരണമുള്ളതായ കുടുംബത്തെ ഞാൻ ആദ്യമേ അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അച്ഛൻ പറഞ്ഞതനുസരിച്ച് എന്നെ കാണാതെ തന്നെ നിങ്ങൾ അതിന് അനുമതി കൊടുത്തു. സ്ത്രീജന സംഘാംഗങ്ങൾ, അതേപോലെ കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ ഇവിടെ ഇതെല്ലാം അലങ്കരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ പോയ ഓരോരുത്തർക്കും എന്റെ പ്രിയ മക്കളെ എല്ലാവർക്കും ഞാൻ എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അതോടൊപ്പം നന്ദി അറിയിക്കുവാണ്. ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ ഉള്ള പ്രാബല്യമൊന്നും എനിക്കില്ല. പക്ഷേ ദൈവം ആക്കിയതുകൊണ്ട് ഞാൻ ആയിരിക്കുവാണ്. കഴിഞ്ഞ ഒരാഴ്ചയെ എനിക്ക് ഫീവറാണ്. പക്ഷേ ഫീവർ മീൻസ് അറിയാൻ പറ്റത്തില്ല. തൊണ്ടയ്ക്ക് പിടിത്തമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കടി പ്രയാസമാണ്. ഞാൻ എന്തെങ്കിലും ഒരിടത്ത് പോയിട്ടില്ല. സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എക്കോ ആയിട്ട് കിട്ടും. പക്ഷെ സൗണ്ട് കേൾക്കുന്ന പ്രയാസമാണോ തോന്നുന്നു. പക്ഷെ അവസാനത്തെ പാട്ടില് എനിക്ക് ഒത്തിരി ആശ്വാസമായി. ഞാൻ എന്റെ സാക്ഷി പറയുവാണെങ്കിൽ എനിക്കൊരു മകനുണ്ട്. പ്ലസ് ടു പഠിക്കുക, ക്രൈസ്തവ സ്കൂൾ തിരുവല്ല. എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അച്ഛനമ്മ അടങ്ങുന്ന കുടുംബം. ബ്രദേഴ്സ് എല്ലാം ഒരുമിച്ച് വീട്ടിലുണ്ട്. ഞാൻ പോകുമ്പോഴും നമ്മുടെ 3 മക്കളും എന്റെ അച്ഛനോടുണ്ട്. പക്ഷേ അമ്മ ഇന്ന് 3 വർഷമായിട്ട് നമ്മളോടൊപ്പം ഇല്ല. എനിക്ക് ഏറ്റവും എതിരായിട്ട് എന്റെ അച്ഛൻ. പക്ഷേ എനിക്ക് മുമ്പ് ചർച്ചയിൽ പോകുന്നത് എന്റെ അച്ഛൻ. കാലത്തിന് മാറ്റി മറിക്കാനായിട്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എന്റെ ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് പോയിട്ട് 11 വർഷം കഴിഞ്ഞു. എല്ലാ സംബന്ധിച്ചെന്ന് പറയും. ശ്രീദേവി കൊച്ചമ്മയുടെ കുടുംബത്തിലെ പാരന്റ്സ് എല്ലാവരും ജീവനുള്ള ദൈവത്തെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളെല്ലാം ഇവിടെയുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സങ്കടപ്പെട്ടിരിപ്പുണ്ടോ എങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല. ദൈവത്തിനെല്ലാം നോക്കാനായിട്ട് അറിയാം. ജസ്റ്റ് പ്രേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നീ എവിടെ, നിന്റെ സഹോദരൻ എവിടെ എന്നാണ് കയ്യിനോട് ചോദിച്ചതുപോലെ നമ്മോട് ചോദിക്കും ഒരു ദിവസം. അപ്പൊ നമുക്ക് ആ ഗുരുവിന്റെ പ്രകടിച്ചത് പറയാൻ കഴിയണം. ഞാനും പ്രാർത്ഥിച്ചു, എനിക്ക് അറിയാമല്ലോ, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ നേടാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് അതെങ്കിലും പറയാൻ എനിക്ക് കഴിയണം. അതിന് മാത്രമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇന്ന് വിശ്വാസത്തിലെങ്കിലും കുടുംബം കെട്ടിപ്പടുക്കാം എന്നതാണ്. വളരെ വിശ്വാസം ഉള്ള ഒരു കുടുംബത്തിൽ ആയതുകൊണ്ടാണ് ഞാൻ നിയമസഭയിലെ അഡ്വക്കേറ്റ് സി നോബിളെന്നും രമണി നോബിളെന്നും അറിയാവുന്നതും എനിക്ക് പല മക്കളും അറിയാം. ഞാൻ കാരണം കണ്ണൂർ സഭാംഗമാണ്. എനിക്ക് മുന്നിൽ മത്സരത്തിലൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പള്ളി പോകും. എത്ര അടി ബഹളമൊക്കെ കിട്ടിയാൽ. അതേപോലെ ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി, അതേപോലെ ഓൾഡ് ഏജ് ഹോമിലെ അങ്ങനെയൊക്കെ ഓഫീസർ ആയിരിക്കുന്നത് കൊണ്ടും ചിലർക്കെന്റെ ആ ഫാമിലി അറിയായിരിക്കും. ഓരത്താമിലെ കുടുംബമാണ്. അവരുടെ മൂത്ത മകനായ ഷജിലോ വിളച്ചനാണ് എന്നെ വിവാഹം കഴിച്ചത്. 2013 മാർച്ച് മാസം 15-ാം തീയതി എന്നെ കാണാനായിട്ട് ഏകദേശം 8-8:30 ആയപ്പോ വിദ്യാമണ്ഡലം തിരിച്ച് നെല്ലുമൂടാണ് എന്റെ വീട്. നെല്ലുമൂടിലോട്ട് വരുമ്പോ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവിടെ തിരിക്കുവാണ് എന്ന്. പക്ഷേ എനിക്ക് പിന്നെ വന്ന് കോള് മനോരമയുടെ റിപ്പോർട്ട് നടത്തിയിരുന്നു. ഹസ്ബൻഡ് വഴി വെച്ച് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് മുടവപ്പാറയ്ക്ക് അടുത്ത് വെച്ച്. പക്ഷെ ബാക്കി എനിക്കറിയില്ല. എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. കാരണം ഒരാള് കുടിച്ചിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുവായിരുന്നു. അയാൾ കാരണം നല്ല രീതിയിൽ അയാൾക്ക് ബോധമില്ല. അച്ഛൻ രക്ഷപ്പെട്ടു, ബ്രേക്ക് പിടിച്ചു. പക്ഷേ തിരിച്ചറിഞ്ഞു. എല്ലാവരും നമ്മളോട് കള്ളം പറയും. ഞാൻ ചോദിച്ചു, ഒരു ഹിന്ദു ഫാമിലി ആയിരുന്ന എല്ലാവരുടെയും എതിർപ്പുകൾ സഹിച്ച ഹസ്ബൻഡിനെയും കൊണ്ട് പല സ്ഥലത്തും ഞാൻ എന്റെ കുടുംബത്തിലൊക്കെ വീട്ടിലെല്ലാം പ്രാർത്ഥനയ്ക്ക് പോകും. എന്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും ഒരു എനിക്ക് സ്വന്തം കൊണ്ടുപോകണം. പോകുമ്പോ അവിടെ നിന്നിട്ട് ഞാൻ എന്താ പറയുന്നത്, വൈ ഗോഡ് എനിക്ക് എന്ത് പഠിച്ചിരിക്കുന്നു. ഞാൻ എനിക്ക് ദൈവത്തെ വേണ്ട. കാരണം ഇങ്ങനെയുള്ള ദൈവത്തെ എനിക്ക് വേണ്ട. പക്ഷെ നോമ്പുകാലമായപ്പോ അതൊരു നോമ്പുകാലമായിരുന്നു. നോമ്പിന്റെ നിവർത്തിയായ മെസ്സേജ് എനിക്ക് തന്നിട്ടാണ് അച്ഛൻ പോയത്. പുല്ലേരി CSIയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ സ്വയം ചിരിച്ചു, എനിക്ക് ഞാൻ മെസ്സേജ് പറയണല്ലോ. അന്നത്തെ ന്യൂസ് ലെറ്റർ റൈറ്റർ ആദ്യമായിട്ട് അച്ഛൻ ന്യൂസ് ലെറ്റർ മാറ്റി തുറക്കുമായിരുന്നു. അതിന് നിവർത്തിയായി എന്നതാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റീഡിംഗ് പ്രൂഫ് റീഡ് ചെയ്യുന്ന ഞാനാണ്. ഞാൻ വായിച്ചിട്ട് ഒരു 3-4 എടുത്ത് നിവർത്തിയായി കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നിവർത്തിയായാൽ മതി, ഇത് ഇത്രയും തവണ വേണ്ട അതിലുള്ള. അപ്പൊ പറഞ്ഞു, വേറെ എല്ലാം
മാറ്റിക്കോ, പക്ഷെ നിവർത്തിയായുള്ള സെന്റൻസ് മാറ്റില്ല. ഞാൻ മാറ്റില്ല. ഇതേ മെസ്സേജായിരുന്നു എനിക്ക് തന്നിരുന്നത്. എനിക്കൂടെ പഠിക്കുന്ന മെസ്സേജ് പറയാൻ ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. പക്ഷേ ദൈവം ഒരു പ്ലാൻ ചെയ്തിരുന്നാൽ ചെയ്യും, ദൈവം അത് ചെയ്യും. 3 ദിവസം ഏകദേശം കഴിഞ്ഞപ്പോൾ ഫൈനൽ ടെസ്റ്റിലായിരുന്നു സ്നേഹം CSI-യിലായിരുന്നു ശുശ്രൂഷയിൽ. അച്ഛന്റെ വിളി വന്നു. രമണി നോക്കണമെന്നാണ് എന്റെ മമ്മിയുടെ പേര്, ഹസ്ബൻഡ് മമ്മിയുടെ പേര്. രമണി സെബാസ്റ്റ്യൻ എന്നുള്ള വേറൊരു ആന്റിയുണ്ട്. പക്ഷെ 2 പേർക്ക് തമ്മിൽ തെറ്റിപ്പോയി. രമണി സെബാസ്റ്റ്യൻ ആന്റി വിചാരിച്ചു മമ്മിക്കാണ് മെസ്സേജ് എന്ന് വെച്ചിട്ട് ആന്റി പ്രിപ്പയർ ചെയ്യാതിരുന്നു. മമ്മി വിചാരിച്ചു ആ ആന്റിക്കാണ്. ഉടനെ മമ്മി സന്തോഷത്തോടെ അച്ഛനോട് പറഞ്ഞു, അതുപോലെ സംസാരിക്കും. 15 ദിവസമേ ആയിട്ടുള്ളൂ. ആ ഒന്ന് ഇനി വരുമ്പോ ഇന്ന് അച്ഛൻ 10 ദിവസമായതേ ഉള്ളൂ. മോള് സംസാരിക്കും. മോൾക്ക് ആ മെസ്സേജ് അവൾ കൊടുത്തിട്ട് പോയിരുന്നു. ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു. മമ്മിക്ക് അറിയാൻ പറ്റില്ല, വെറുതെ പറയുന്നതായിട്ട്. ഡാഡി വന്നപ്പോ ദൈവത്തിന്റെ നല്ലൊരു കുടുംബമാണ് അവരുടെ കുടുംബം. ഒരിക്കലും അങ്ങനെ ബാഡായിട്ട് സംസാരിച്ച ഡാഡി ആദ്യമായിട്ട് മമ്മിയോട് ചോദിച്ചു, രമണി നിനക്ക് സാമ്പുണ്ടോ, മോളെങ്ങനെ സംസാരിക്കും? മമ്മി പറഞ്ഞു സംസാരിക്കും. ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു സംസാരിക്കില്ല. മമ്മി പറഞ്ഞു പക്ഷി. ആ പക്ഷികളാണ് ഇന്നാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ കുടുംബപരത്തിന് ആഘോഷിക്കാനായിട്ട് ഞാൻ നിങ്ങളെല്ലാം ഇരിക്കുക. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? കുടുംബത്തിലുള്ളവരെ കൈത്താങ്ങി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ പക്ഷെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അകടങ്ങളിൽ നിന്ന് പരിഹരിക്കും. അവിടെ നല്ല പക്ഷിയെ പോലെ ജീവിച്ചില്ലേ, ഇവരിങ്ങനെ ജീവിച്ചില്ലേ. പക്ഷെ ജീവിച്ചത് എങ്ങനെ, അതിന് എത്ര പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്ക് അറിയാമോ? പക്ഷെ മമ്മി പറഞ്ഞു പക്ഷി. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ പോകില്ല മമ്മി എന്ന്. ഈ ദൈവത്തെ എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഈ തകർച്ച വേറെ ആയിരങ്ങളെ നേടാനാണ് എനിക്ക് സ്വീകാര്യം. ഇതാ എനിക്ക് മാത്രം ഞാൻ മകത്തിരിക്കാനാണുള്ളത് എനിക്ക് സമ്മതമല്ല. പക്ഷേ ഇത് ആയിരങ്ങളെ നേടാനാണെങ്കിൽ എനിക്കിത് പരിതാപമില്ല. ഞാൻ സ്റ്റേജിലോട്ട് കയറി. എനിക്ക് എന്റെ അച്ഛൻ ന്യൂസിലൻഡിൽ എഴുതിയിട്ടുള്ളത് എല്ലാവരും വായിച്ചു. പക്ഷേ അന്ന് ലക്ഷക്കണക്കിനായിരം, ഇതൊക്കെ പലർക്കും സംഭവം അറിയാമായിരിക്കും. ആയിരക്കണക്കിന് പേരാണോ ലക്ഷക്കണക്കിന് പേരാണോ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എന്നെ നിർത്തിയത് എന്ന് എനിക്കറിയില്ല. കാരണം അച്ഛൻ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരാണ് പഠിച്ചത്. 4 വർഷം ഏഷ്യയിലെ പല ഭാഗങ്ങളിൽ വരുന്ന കാൻഡിഡേറ്റ്സ് പഠിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്കൊന്നും അറിയില്ല, അത്ര സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ വന്നായിരുന്നു ആൾക്കാർ. എല്ലാവർക്കും ഈ സ്ഥലം അറിയാം. അനേകായിരങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് വരുന്നത്. ഞാനും നിങ്ങൾ വിശ്വാസത്തിൽ കുടുംബങ്ങളെ കെട്ടുറപ്പിക്കാനായിട്ട് എത്ര പങ്ക് വഹിക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തന്നെയാണ് എല്ലാവർക്കും നിൽക്കുന്ന സാക്ഷ്യം. അന്ന് സ്റ്റേജുകൾ പങ്കിടാൻ കയറിയല്ല. ഇത് ഏകദേശം 100-ലധികം സ്റ്റേജുകൾ ഞാൻ പങ്കിട്ട് കഴിഞ്ഞു. ഞാനിങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയാറില്ല. പക്ഷെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഡാഡിക്ക് വേണ്ടി കാറിലെന്നെ പലതും അവർ പല ഇതിലുള്ളതാണ്, പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കൊണ്ടുവിടാനായിട്ട് പ്രയാസങ്ങളുണ്ട്. എന്റെ ബ്രദറൊക്കെ എന്നെ കൊണ്ടാക്കും. എനിക്ക് നല്ല ബ്രദേഴ്സും എനിക്ക് നല്ല പാരന്റ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ എഴുതുന്നത്. ബ്രദേഴ്സിന്റെ വൈഫും ഒക്കെ എന്നെ കൊണ്ടുവന്നാക്കും. എനിക്കൊരു തോന്നി, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ 7 വർഷമായിട്ട് ലൈസൻസ് എടുത്തിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ദൈവത്തിന് ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല, നീ കാണുന്നില്ലായിരിക്കും. എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ പള്ളിക്കാരൊന്നും വിളിക്കാൻ അതിന് ഇഷ്ടമല്ല. ഞാൻ ഇതിനെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ എന്റെ ദൈവം ഈ ജനുവരി മാസത്തില് എനിക്ക് കാലമാണ്. അതിന് മുമ്പ് സെക്കൻഡ് ഹാൻഡ് വന്നു. ഇത് ഓടിക്കാൻ ഞാൻ എങ്ങനെ ഓടിക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് എന്നെ നിർത്തി എന്നതാണ്. നമ്മളെപ്പോഴും അസാധ്യമെന്ന് മാത്തമാറ്റിക്സിലെ മാത്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്നെ മാത്സിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കി. അത് ഡോക്ടറേറ്റ് എടുത്താണ്. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് പറ്റില്ല, എന്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ കുടുംബ ജീവിതത്തിൽ എവിടെയെങ്കിലും പഠിപ്പിച്ചിരിക്കുന്നുണ്ടോ? അതോ ഓരോ വർഷവും കുടുംബകാര്യങ്ങളിൽ എനിക്ക് കേൾക്കാൻ പറ്റും എന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുന്നുണ്ടോ? വയനാടിലേക്ക് സംഭവങ്ങൾ വിളിച്ചോക്കുന്നതാണ്. ഇവിടെ സർവീസ് നടക്കുമ്പോ നമ്മുടെ വീട്ടിൽ ഉറങ്ങും. നമുക്ക് ഒരു ദിവസം പഠിക്കാം വരാനായിട്ട്. പക്ഷെ ഒന്ന് നിങ്ങളൊന്ന് 2-2.5-3 മണിക്കൂറൊന്ന് അല്ലെങ്കിൽ ഉച്ചവരെ ചിലവാക്കുന്ന വെച്ചൊരു പണിയില്ല. സമയം മൊത്തം നമ്മളെല്ലാം അങ്ങനെ ഇരുന്നാൽ ആ ആശ്വാസം ഉണ്ടല്ലോ, വേറെ എടുത്തു നിർത്തിയിട്ടില്ല. കുടുംബകാര്യത്തിൽ കുടുംബം
ഉപയോഗിച്ചില്ലെങ്കിൽ അമേരിക്കൻസ് ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു ടേമാണ് ഞാൻ പറയാൻ പോകുക. ഫാമിലിയിലെ എഫ് എന്ന് പറയുന്ന ഫാദർ, എ ആൻഡ് എം മദർ, ഐ ഞാൻ തന്നെ, എൽ ലവ്, വൈ യു അപ്പ അമ്മ അല്ലെങ്കിൽ ഫാദർ മദർ അച്ഛൻ അമ്മ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഒരു മകൾ അല്ലെങ്കിൽ മകൾ പറയുമ്പോൾ അത് ഭാഗ്യമായി മാറും. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം അപ്പനും അമ്മയും പരസ്പരം ഐ ലവ് യു എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അച്ഛനും മക്കളെ ചിന്തിക്കും ചെയ്യണം ഇത് ചെയ്യണം, പക്ഷെ സാഹചര്യം ചിലപ്പോൾ പക്ഷേ വരില്ല. പക്ഷെ മനഃപൂർവ്വം നിങ്ങൾ ചെയ്യണം. നാളെ വരെ നമുക്ക് അറിയാതെ നമ്മൾ ചിന്തിക്കും, ഓ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെയിൽ കൊള്ളിക്കാതെ മഴ ഏൽപ്പിക്കാതെ എന്റെ അടുത്ത് കുറെ കൂടെ അടുത്ത് ഞാൻ ചേർത്ത് കൊണ്ടുപോയതിനെ കാലം ചിലപ്പോൾ കിട്ടിയത് വരില്ല. എപ്പോഴാണോ ഇത് കിട്ടുന്നത് ആ സമയം നിങ്ങൾ ചെയ്തിരിക്കണം. നാളെ അറിയാത്ത നമുക്ക് ഒരേ ഒരു കാര്യം അറിയാം, എന്റെ ദൈവത്തെ വാസ്തവമായിട്ട് സ്നേഹിച്ചാൽ നിത്യതയിൽ നമുക്ക് കാണാം എന്ന്. ഈ ലോകത്ത് അപ്പനോടും അമ്മയോടും എന്റെ സഹോദരനോടും സഹോദരിയോടും കൂട്ടുകാരനോടും ഒക്കെ അതിനവയോട് പറയാനായിട്ട് നമുക്ക് കഴിയാം നിസ്വാർത്ഥമായിട്ട്. ഗോവണിനെ ചിലപ്പോൾ ചിന്തിക്കും, ആ ദൈവത്തെ ഒന്ന് എല്ലാവരും നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചില്ല? ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഉള്ളിലോട്ട് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. ഞാൻ ഹിന്ദു ഒരു കഥ തന്നെയാണ് ഇവിടെ. ഹിന്ദു മീൻസ് ഹിന്ദു അല്ല, ഒരു കഥ പോലെ ഒരു സമൂഹം കഴിയാം. കാക്കനാണ് കഥ പറയുന്നില്ല, പന്തിരില്ല. ആദ്യത്തെ മകൻ, ആദ്യത്തെ ഇതില് അത് ബ്രാഹ്മണനുണ്ട്. അവസാനത്തത് ഏറ്റവും ഹീനജാതിയിലുണ്ടായ മകൻ. നമ്മുടെ പെരുവരാണെന്നാണ് പറയുന്നത്. കാരണം എത്ര ഫുഡ് കഴിച്ചാലും തികയില്ല. വീട്ടില് വന്ന് കയറുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയാതോ ഇന്നത്തെ എല്ലാ ചോറും തിരി പലർക്കും അറിയാവുന്നതാണ്. വന്ന് കയറുമ്പോൾ എല്ലാവരും പറയും. പക്ഷെ ജ്യേഷ്ഠം പറയും, ഉണ്ണി പൊമ്പ്യം അവിടെ നിന്ന് ഫുഡ് നോക്കിയേ എല്ലാം കഴിക്കും. ഒരു ദിവസം വന്നിട്ട് എല്ലാം കഴിച്ചിട്ട് ആരും വീട്ടിൽ ഫുഡ് കഴിച്ചിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞ് കഴിയുമോ നിറഞ്ഞില്ല, വയറ് നിറഞ്ഞില്ല. അപ്പോ ജ്യേഷ്ഠത്തിയൊക്കെ ഒരുപാട് വഴക്ക് പറയും. ഇത് കേട്ട് കരച്ചിൽ കേട്ടിട്ട് ജ്യേഷ്ഠൻ വരും, വന്നിട്ട് ചോദിക്കും, എന്താ പോയി എനിക്ക് വയറ് നിറഞ്ഞില്ല എന്ന് പറയുന്നത് കരഞ്ഞ ആ മകനെ കണ്ടിട്ട് ആ പാത്രം മൊത്തം മരിക്കുമ്പോ ഒരു വച്ച് ആ പാത്രത്തിന്റെ അറ്റത്ത് എന്നിട്ട് ചേട്ടൻ സ്നേഹത്തോടെ അത് വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, കഴിക്കുണ്ണി. അപ്പോ ഒരു ഏമത്തോടെ ആ മകൻ പറഞ്ഞത്രേ, എനിക്ക് നിറഞ്ഞ ചേട്ടാ എന്ന്. എനിക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? തന്റെ മക്കളെ ഒപ്പത്തിരുത്തി ലാളിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? കുടുംബകാലത്തിന്റെ മെസ്സേജുകൾ പലതും കേട്ടിട്ടുണ്ടാവും. നമ്മള് ഓരോ ദിവസവും തീരുമാനമെടുത്തു, എനിക്കിന്ന് പറ്റും എന്നാണ്. നമ്മുടെ ചൂടും ചോരും അവരറിഞ്ഞാൽ മാത്രമേ നാളുകളിൽ നമ്മളെ എടുക്കത്തുള്ളൂ. കഴിയുമ്പോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് വായിൽ കൊടുത്ത് ടിവിയുടെ മുമ്പിൽ ഇരുത്തിയാൽ നമുക്ക് ഒരു വലിയ ടി വി വാങ്ങിച്ചു തന്നിട്ട് സംസാരിക്കാനൊന്നുമില്ലാതെ നമ്മൾ ഇരുത്തും. ഒരു 5 വയസ്സ് വരെ ഏറ്റവും നല്ല കെയർ മക്കൾക്ക് കൊടുക്കണം എന്നതാണ്. ഇവിടെ പല ഗർഭിണികളെയും കണ്ടതുകൊണ്ട് മാത്രം ഞാൻ കുടുംബകാലത്തിനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഏത് പാട്ട് കേൾക്കുന്നോ ആ പാട്ട് കേട്ടുകൊണ്ട് ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അത് കരയുമ്പോ നിങ്ങൾ ആ പാട്ടിട്ട് കൊടുത്തേ, അതിട്ടാൽ ആ കുട്ടി കരച്ചിലുണ്ട്. അതിനർത്ഥം എന്താ? ഞാൻ നിങ്ങൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ സംസാരിക്കുന്നതല്ല, അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള, ഈ ലോകത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ വളരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് തുടങ്ങേണ്ടത് ഗർഭപാത്രത്തിൽ വെച്ചാൽ. ഭാര്യയെ ചവിട്ടി തൊഴിച്ചു പഴി പറഞ്ഞിരിക്കുന്ന കുഞ്ഞ് വളരുമ്പോൾ അത് വളരുന്ന ബഹുമാനിക്കണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. 1 വയസ്സ് വരെ കുഞ്ഞിനെ തിരിങ്ങുന്നത് കൊടുക്കണമെന്നാണ് നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്. 6 മാസം വരെ ആവുമ്പോൾ കത്തി
അണയുന്ന ലൈറ്റുകൾ കൊടുത്താൽ മാത്രമേ എന്റെ നാഡീരൂപങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുള്ളൂ. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് കഴിയില്ല. അത് വളരെ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ പങ്ക് നാഡീരൂപങ്ങൾ യോജിക്കും. 1.5 വയസ്സിന് ശേഷം കുഞ്ഞിനെ പുറംലോകങ്ങൾ കാണാനായിട്ട് കൊണ്ടുപോകണം. അതുപോലെ പൊട്ടിച്ച സാധനങ്ങൾ യോജിപ്പിക്കാനായിട്ട് അമ്മ ഉൾപ്പെടെ ഇത് ചെയ്യണം. 3 തൊട്ട് 7 വയസ്സ് വരെ നിങ്ങൾ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകുന്ന കുട്ടി എന്ത് പഠിക്കുമെന്നറിയാം. ക്ലാരിഫിക്കേഷൻ പഠിക്കും, കമ്പാരിസൺസ് പഠിക്കും. ആ പൊക്കവും വണ്ണവും നീളവും കളറുകളും എല്ലാം അവൻ പഠിക്കും. കമ്പയർ ചെയ്യാനായിട്ട് പഠിക്കും. എല്ലാ ഫംഗ്ഷൻസിനും കുഞ്ഞിനെ കൊണ്ടുപോകണം. ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും കുഞ്ഞിനെ പരിചയപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങൾ 12 വയസ്സ് വരെ നിങ്ങൾ എന്തുകൊണ്ടോ അതാണ് അത് ലോകത്തിലോട്ട് സമർപ്പിക്കുന്നത്. ഒരുപാട് കേൾക്കണം. കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിലായിരിക്കും അമ്മമാരും 12 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവരെ ഒരുപാട് നോക്കണം. നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റിയത് നമ്മളെയൊക്കെ പറ്റത്തില്ല, പക്ഷേ നമ്മളെ മക്കളെ ലോകത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഒരു ഗുരു എന്നോട് ശിഷ്യൻ ചോദിച്ചു, അങ്ങനെ ഒരു മനുഷ്യന് വെളിച്ചമുണ്ടാവുന്നത് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞു. നീ ഒന്ന് പുറത്തോട്ട് നീ ഒരു അടർന്ന വെളിച്ചത്തിൽ ആ നിൽക്കുന്നത് എന്താണെന്ന് നോക്കാവോ? പറഞ്ഞു പട്ടിയാണോ പൂച്ചയാണോ എന്ന് ഡൗട്ട്. അപ്പൊ പറഞ്ഞു നീ ഒന്ന് അടുത്തോട്ട് ചെന്നേ. അപ്പൊ പറഞ്ഞു പട്ടിയാണെന്ന് തോന്നുന്നേ, നീ ഒന്ന് അരികത്തോട്ട് എഴുന്നേ, ഇത് പട്ടിയാക്കുന്നു. നിന്റെ അടുത്തിരിക്കുന്നവനെ നിന്റെ അപ്പനാണെന്നും അമ്മയാണെന്നും സഹോദരനാണെന്നും കൂട്ടുകാരനെന്നുമാണെന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ നിന്റെ വെളിച്ചമുണ്ടായി എന്ന് പറയുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ ഈ ദിവസം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഒന്നാമതോ ഞാൻ 3 കുടുംബങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ കുടുംബം നമുക്കെല്ലാം അറിയാം, ആദിമ കുടുംബം, ആദമിന്റെയും ഈവിന്റെയും കുടുംബം. ഉൽപ്പത്തി 4:4 തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞ കയ്യിനോട് ചോദിച്ചു, നീ എവിടെയാ? നിന്റെ സഹോദരൻ എവിടെ? കൈ പറയുക, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്, ഞാൻ നിന്റെ മകനാ. ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ചിന്തിക്കാം, അവൻ വേണമെങ്കിൽ പള്ളിക്കെടുത്ത് ഞാൻ എന്റെ കാവൽക്കാരനാണോ? അവൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരട്ടെ, വേണമെങ്കിൽ കുഞ്ഞു കഴിക്കട്ടെ ചോദിക്കുക. ഇത് പക്ഷേ വിശ്വാസത്താൽ ഹാബേൽ, റോമർ 15:1 ഫുൾ നിങ്ങൾക്ക് വായിച്ച വിശ്വാസം 15:4 കണക്കുമാണ്. ഹാബേലിലേറിയ വിശ്വാസം, അത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നാണ്. അത്ര വലിയ അമ്മക്കില്ലാത്ത അപ്പയില്ലാത്ത വിശ്വാസം ഉള്ള ഒരു മകൻ വിശ്വാസത്തോടെ ചെയ്യണം. ഉൽപ്പത്തി 3:11 അതോടെ ചോദിക്കുന്നുണ്ട്, അതാ നീ എവിടെയാ? അപ്പനോട് ചോദിച്ച അതേ വാക്ക മക്കളോട് ചോദിക്കേണ്ടത്, നീ എവിടെയാ? നീ എവിടെയാ? താഴ്വരയിലാണോ നിൽക്കുന്നത്? നീ എവിടെയാ നിൽക്കുന്നത്? നിന്റെ വാസസ്ഥലം ശരിയല്ലാത്തതുപോലെ കാരണം നിന്റെ കുടുംബത്തെ കുറ്റം പറയുക. നീ ചേർത്തണക്കേണ്ട പലതും നീ ചേർത്തണക്കാതെ നീ മാറ്റി നിർത്തി പറയുക കുറ്റം അവിടെ ചെയ്തതാണ്. അപ്പൊ ചൂട് നീ എവിടെയോ മാറിയിട്ടുണ്ട്, നീ എന്നിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോട് ചോദിക്കേണ്ടി വന്നു. ഒരു മകനോടെങ്കിലും നീ എവിടെയാ? ഞാൻ നിങ്ങൾ ആയിരിക്കേണ്ട ഇടങ്ങളിൽ ആയിരിക്കേണ്ട വിധത്തിലാണ് ആയിരിക്കുന്നത്. രണ്ടാമത് ഞാൻ എടുക്കുന്ന കുടുംബം ഹന്ന കുടുംബമാണ്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിലാണ്. നമുക്ക് വളരെ ഇഷ്ടമുണ്ട് ശമൂവേൽ ബാലനെ, ന്യായാധിപൻ അല്ലെ? 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനായിട്ട് അവകാശം ലഭിച്ചു. ഇതുപോലൊരു മകനെ പക്ഷെ അമ്മ എന്തൊക്കെ ത്യാഗം സഹിച്ചെന്നറിയാവോ? പക്ഷെ ഏറ്റവും വലിയ പോലീസ് അവിടെയുള്ളത്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? അമ്മ ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ
ഇവിടെ പറയുക, നീ എന്തിനാ സങ്കടപ്പെട്ടു? പക്ഷേ ഹന്ന പ്രത്യാശ ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്ന ഹന്ന അതിലൊന്നും ഇരുന്നില്ല. വർഷം വരെ അവർ കഴിക്കാനായിട്ട് പോകുമ്പോ പെരിയും കൂടെ ഉണ്ടാവും. പെരി ആരാ? പ്രതിയോഗി നമ്മുടെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ പെരിയന്മാരുണ്ടാവും, അത് നല്ലതാണ്. അവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യണം. സത്യം, നമ്മളെ കുറ്റം പറയുകയും മാറിക്കുകയും ചെയ്യുന്ന ചിലർക്ക് ആവശ്യമില്ല. അത് പ്രതിയോഗിയാണ്. അത് നമ്മുടെ അപ്പനോമയും പ്രതിയോഗിയായി മാറും. ചിലർക്ക് ക്ലാസ്സിൽ ഒരാൾ നമ്മുടെ അത് വളരാനായിരിക്കും. അവരെ നമ്മൾ ഒരിക്കലും ശത്രുവായിട്ടൊക്കെ കാണും. കാരണം അവരെ നമ്മളെ വളർത്തിയത്, അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഡ്രസ് ശരിയല്ലേ. ചിലർക്ക് ഇടിപ്പിയായിട്ട് സംസാരിക്കുന്ന ടോൺ ശരിയല്ല, ആ ടോൺ തെറ്റിയതാ നമ്മളിന്ന് ശരിയായി. അതുകൊണ്ട് പെരിയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വീട്ടിലെ രണ്ട് ആൺമക്കളുണ്ട്, അവർ രണ്ട് ഭാര്യമാരുണ്ട്. ഒരാൾ എപ്പോഴും പെരിയായിട്ടിരിക്കുകയാണ്. കൊച്ചമ്മയെന്ന് പറഞ്ഞു, ഞാൻ എന്റെ പെരിയായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അവൾ വീട്ടിൽ ചെന്നിട്ട് ആ ഹന്നായെ എന്നും കുറ്റം പറയണമെന്നല്ല, പോകുന്ന കുടുംബം സ്വർഗമാക്കാൻ കഴിയണം. ഏകദേശം 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നും ആ നിയമം വീട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അമ്മായി അമ്മയോട് പഠിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആ മാത്രമേ 2 സ്ത്രീകളുടെ പുസ്തകങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് മോവാബ് സ്ത്രീയായ രൂത്തിനെ നമ്മുടെ യഹൂദ ഗോത്രത്തിലോട്ട് ബോസ് കൊണ്ടുവന്നു. ഇവിടെ എന്താ വളരെ അർത്ഥം? മോവാബ്യരായിട്ടിരുന്ന നമ്മളെ, ജാതികളായിട്ടിരുന്ന നമ്മളെ യേശു വിളിക്കുക. തന്റെ കാൽക്കീഴിൽ, ബോസിന്റെ കാൽക്കീഴിൽ രൂത്ത് ഇരിക്കുക എന്നതിനർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽക്കീഴിൽ നമ്മളായിരുന്നാലും അവൻ നമ്മെ പാതയാക്കി മാറ്റി ഒരു നിത്യതയിലോട്ട് സ്വന്തം മണവാട്ടിയായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇവിടെ അതിനേക്കാൾ വളരെ പ്രത്യാശയോടെ അവൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുക. എലി പുരോഹിതന്റെ കാര്യം നമുക്കറിയാം. തന്റെ മക്കൾ ശരിയല്ലാന്ന് തോന്നിയിട്ടും ശാസിക്കാത്തവരാണ്. ചിലരങ്ങനെ ഓവർത്താക്കറില്ല. എന്റെ മകൻ വന്നെങ്കിൽ പറയുക, നമ്മ വഴി ഉപയോഗിക്കുന്നത് മാത്രമേ അമ്മ മരുന്നിൽ എന്റെ വീട് കണ്ടിട്ടുള്ളൂ. ഞാൻ അടിക്കാറുണ്ട്, ശാസിക്കാറുണ്ട്. ഞാൻ ചെയ്തില്ല എങ്കിൽ നാളെ വേറെ ആരെങ്കിലും ചെയ്യുമെങ്കിൽ മാറേണ്ടി വരും. കുഞ്ഞുങ്ങളെ സ്നേഹമാണ്, നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷേ അവർ തെറ്റി എന്ന് തോന്നിയാൽ നമ്മൾ തിരുത്തേണ്ടതാണ്. മറ്റുള്ളവർ മാറുന്നത് കുറ്റമായി. അതുകൊണ്ട് ഒരുപാട് അടിയിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അടിയിട്ടിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ ഇങ്ങനെ അതൊരുമാതിരി മത്സരം പോലെ വെച്ചാൽ നമ്മളെ 3 പേർ പണിതരുമായിരുന്നു. ഞാനൊരു ഭാര്യയുടെ ശിക്ഷ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എടുത്ത് പരിഭവമായിരിക്കും. പല അടിക്കാൻ പാരൻസ് അതുകൊണ്ട് ഈ അടിയൊന്നും തൊടാനില്ല. ഈ അടി മാത്രമല്ല, ശിക്ഷ സ്നേഹത്തോടെയും ചെയ്യാം എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, അടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കാനും തെറ്റല്ല എന്നാ പറഞ്ഞത്. ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുവാണ്, എനിക്കൊക്കെ ഭീകരട്ടെ എന്നാ. പക്ഷേ മനോവസനം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് പുറത്ത് ശബ്ദമില്ല. ഞാൻ ഒരു ഏകാന്ത പ്രാർത്ഥന ആവശ്യമുണ്ട്. വർഷാന്തരയാകത്തിന് പള്ളിയിലെല്ലാം നമ്മൾ 1 വർഷാന്തരമായിരുന്നു. നമ്മൾ ഓരോ ഞായറാഴ്ചയും വരും. പക്ഷേ രഹസ്യമായിട്ട് നാം പ്രാർത്ഥിക്കണം. പിന്നെ ഹന്നയുടെ മുഖം വാടില്ല. അത് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് പിന്നെയും വിളിച്ചു. കുഞ്ഞിനെ കുറച്ച് പ്രായമായിട്ട് വിളിച്ചു. നമ്മളായിരുന്ന എവിടെ കറങ്ങാൻ കിട്ടുന്ന സമയം എവിടെ കറങ്ങാൻ പോകും, കുഞ്ഞു അവിടെ ഇരിക്കട്ടെ, അത് സെർവന്റ് ഏൽപ്പിക്കും, നമ്മൾ പോകും. പക്ഷെ അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അതുകൊണ്ടാണ് ന്യായാധിപൻ ഇസ്രായേൽ കുഞ്ഞിന്റെ പീഡിതയിലൊക്കെ മാറട്ടെ, എന്നിട്ട് ഞാൻ വരാം എന്ന്. എനിക്ക് കുഞ്ഞിനെ നോക്കേണ്ട കാര്യമുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ മക്കളെല്ലാം 100 മക്കൾ 101 മക്കളല്ലേ മരിച്ചു കിടക്കുമ്പോ കൃഷ്ണനോട് ഗാന്ധാരി ചോദിച്ചു, എന്നാ എന്റെ ഒരു കുഞ്ഞിനെ പോലും നിനക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ലേ? അതുകൊണ്ട് 36 വർഷങ്ങൾക്ക് ശേഷം യാദവ്
മൂലം മൊത്തം നശിക്കില്ല. കൃഷ്ണൻ ചിരിച്ചു. കാരണം ഇത് മുന്നേ നടന്നിട്ടുള്ളതാ, നാളെ പഠിച്ചിട്ടുള്ളതാ, അത് സംഭവിക്കും. ഇതൊരു നീട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു. തന്റെ പതിക്ക് കണ്ണ് കാണാതായപ്പോ തന്റെ പാതുകുത്തി വലിപ്പിച്ച് പതിയോടൊപ്പം കണ്ണ് കെട്ടിയിരുന്നതിന് പകരം പതിക്ക് കണ്ണായി ഈ മക്കൾക്ക് കണ്ണായിരുന്നു എങ്കിൽ ഈ മക്കൾ നശിച്ചു പോയിട്ടായിരുന്നു എന്ന്. ഞാനും നിങ്ങളും എവിടെയായിരുന്നു? ഇന്ന് സ്വന്തം കണ്ണുകൾ കെട്ടി മക്കൾ ഒരു വഴിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ വേറെ വഴിക്കുന്നു. പകരം അവർക്ക് എന്താണോ ഇല്ലാത്തത് അതിന് പകരമായിട്ട് നമ്മൾ മാറണം. ഭാര്യയും ഭർത്താവും. എന്നാൽ 5 മക്കളെയും നേടി കുതിരി തന്റെ ഭർത്താവും കഷ്ടപ്പെട്ടുവെങ്കിലും മക്കളെ നേടുവാനായിട്ട് ആ കുതി ജയിക്കുകയാണ്. ഞാൻ ഈ കഥ ഇവിടെ പറയുന്നത് കാരണം അതിൽ മോഹനായിട്ടില്ല, അതിന് അന്മാർത്ഥതകൾ എടുക്കാവും. എവിടെയാണ് എത്തിക്കിട്ടുന്നത്? ഇവിടെ അന്ന പറയുവാ, എന്റെ കുഞ്ഞൊന്ന് ശരിയാകട്ടെ, ഞാൻ എത്തിക്കട്ടെ അവനെ. അതുകൊണ്ട് എന്റെ പല കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിരിക്കുക. ഞാൻ ട്യൂഷൻ നിങ്ങൾക്കറിയാം, മാത്സിന്റെ ട്യൂഷൻ ആകുമ്പോൾ ഒരുപാട് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്യൂഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ വർഷം പോലെ കളിയാക്കി. ഞാൻ 10-ാമത്തെ പോലെ അമ്മി 10 കേട്ടെ, 11-ാമത്തെ അങ്ങനെ പറയും, 12-ആവുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. ഞാൻ ചിന്തിക്കും, അവൻ പഠിച്ചാലും പഠിച്ചില്ലാങ്കിലും നാളെ കാലത്ത് എനിക്ക് കുറ്റമൊന്നും ഉണ്ടാവുന്നത് ഞാൻ അല്പം കൂടെ സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ എന്നാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് തോന്നാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാറ്. സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും പല സാഹചര്യങ്ങളാണ്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ഞാനത് പറഞ്ഞു എന്നതുകൊണ്ട് നാളുകളിൽ വീടുകളിൽ ചെന്ന് ഒച്ച കഴിഞ്ഞ പ്രസംഗിച്ചു, നീ ജോലിക്ക് പോണ്ട എന്ന് പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം വൃദ്ധമാതാക്കളെ ഞാൻ പറയുക, നിങ്ങളെ മക്കളെ നിങ്ങൾ അതിൽ കിടക്കുന്ന കൊച്ചു മക്കളെ, കാരണം അവിടെ ഓർമ്മ അത്ര ചൂടാണ്. കുറച്ച് 10 വർഷം കൂടെ ജീവിക്കും. 65 വയസ്സായിട്ടുള്ള അമ്മ 75 വർഷം കൂടെ ജീവിക്കും. ഞാൻ അവിടെ കേട്ടതാണ്. അവർക്ക് കൂട്ടുകാരി എങ്ങനെയാവുന്നുണ്ടല്ലോ, നിങ്ങളുടെ അവർക്ക് തന്നെ നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾ വളരെ പവറാണ്, അത് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ചെല്ലുമ്പോൾ എല്ലാ മരുമക്കളും ഇനി നിങ്ങളോടെ കിടന്നത് മതി, 10 വർഷം കൂടെ ജീവിക്കുന്നത് മാറ്റി എടുത്തു കളയരുത്. എന്നിട്ട് പറയരുത്, ദൈവമേ കൊച്ചമ്മ പറഞ്ഞതുകൊണ്ട് കൊച്ചമ്മ എന്തിനത് പ്രസംഗിച്ച് എന്റെ കൊച്ചിനെ പോയി എടുത്ത് കിടക്കാം. അങ്ങനെ ഇന്നത്തെ പള്ളിയല്ല, ഞാൻ വേറെ സംഭവത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് കളയരുത്. 3-ാമത്തെ കുടുംബം എന്നത് നമ്മുടെ തിരി കുടുംബം. ഏതാണ് ആ കുടുംബം? ക്രിസ്തുദേവന്റെ കുടുംബം. യേശു ജനിക്കും എന്നറിയുമ്പോൾ ആ യോസേഫിനോട് ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ പറയും, ഇതേപോലെ സംഭവിക്കുമെന്നാണ്. അവർക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ വേണ്ടി മാറ്റിക്കൊണ്ടുപോയ ഒരു മാന്യത. ഞാൻ നിങ്ങൾ എവിടെ എത്തിയിരുന്നു? എവിടെയാണ് നമ്മുടെ കരുതൽ? ഭാര്യയോട് ഭർത്താവിനോടുള്ളത് സ്നേഹം. ഒന്നാമത് ഞാൻ പറഞ്ഞു, വിശ്വാസമുള്ള ഒരു മകൻ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അവൻ രണ്ടാമത് കണ്ണയുടെ പ്രത്യാശ, ആ മകനെ പ്രത്യാശ നിർഭരമായിട്ട് വളർത്തി. മൂന്നാമത് സ്നേഹവാനായ ജീസസിനെ വളർത്തുവാൻ കഴിഞ്ഞ ആ മാതാവിന്റെ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ തന്റെ മകനെ വചനം പഠിപ്പിച്ചു, വചനം വായിച്ചു ഒക്കെ. ആ കുടുംബാന്തരീക്ഷം ബെസ്റ്റാണ്. തച്ചന്റെ മകനാണ്. കണക്കുകൾ പിഴയ്ക്കാത്ത ആ തച്ചന് ഒരിക്കലും കണക്ക് പിഴക്കില്ല എന്ന് നമുക്കറിയാം. സ്നേഹവാനായ എല്ലാത്തിനും ഉപരി സ്നേഹം തന്നെയാണ്. എത്ര വിശ്വാസത്തിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യോശുവയെ പോലെ ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ അടിയുറച്ചാൽ മാത്രമേ. സങ്കീർത്തനങ്ങൾ 15 പറയുവാണ്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആരും പാർക്കുമെന്നാണ്. എനിക്ക് നിങ്ങൾക്ക് വായിച്ചത് എത്ര
ഒരിക്കലും ഒരു ആരാണ് എനിക്ക് നമ്മുടെ അമ്മയും അപ്പനും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായെങ്കിൽ അത് വളരെ വലിയ പാപമായി മാറും. നമുക്കൊക്കെ ഇപ്പോഴും സസ്പീഷ്യസാണ്. അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നില്ല. കുടുംബമാനത്തിൽ അപ്പനും അമ്മയാണ് കുടുംബമാണ്. ഒരിക്കലും ഒരു കുടുംബത്തിൽ 10 മക്കളുണ്ട്. 10 മക്കളെ കണ്ടെത്താൻ അത് വളരെ യൂഷ്വലാണ്. ഈ 10 മക്കളെ ഉള്ള അമ്മയ്ക്ക് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു. അടുത്തൊരു വളരെ ധനവാനായിട്ട് ഒരു കുടുംബം ഉണ്ടാകും. അതൊരു കുടില താമസിക്കുന്നത്. എപ്പോഴും ധനവാന്റെ കാര്യം പറയുന്നത് ആ പ്രദേശത്തോടൊന്നും പോകരുത്, നമുക്ക് ധനമുള്ളതറിയാം, പകരം നമുക്ക് മക്കളുമില്ലാത്തത് കൊണ്ട് ഈ മക്കളെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതുവഴി പോകല്ലേ. അപ്പോ ഈ ഒരിക്കലും അങ്ങനെ പോകത്തില്ല. ഇത് സൈലന്റ് പനി കണ്ട് ഒളിച്ച് വൈകുന്നേര സമയം എന്തായി ഇതുവരെയും നമ്മളൊന്ന് സമീപിച്ചില്ലല്ലോ, ഇങ്ങോട്ടേക്ക് വന്ന് എന്താണ് കാര്യം അന്വേഷിക്കാനായിട്ട് സ്കൂളുകളുടെ പാത്രത്തിലേക്ക് വളരാം നോക്കിയപ്പോ അമ്മ ഒരു നടുക്കേറിക്കൊണ്ട് ചുറ്റും 10 മക്കളെ ഇരുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഫ്രണ്ടിൽ ഓരോ പാത്രവും സ്പൂണും ഇട്ടിട്ടുണ്ട്. അമ്മയുടെ ഫ്രണ്ടിലും ഒരു സ്പൂണും ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. ഇതിലമ്മ കഞ്ഞി പകരുന്നു. ഓരോ കഞ്ഞി പകരുമ്പോഴും ഈ ഓരോ സ്പൂണിലെ കഞ്ഞി എടുത്ത് അമ്മയുടെ പാത്രത്തിലേക്ക് കുഴിക്കും. 10 മക്കൾ. അവസാനം അമ്മ പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാണ്, എങ്കിൽ എനിക്ക് ഒരു സ്പൂൺ കഞ്ഞി കൂടെ കിട്ടിയെന്നില്ല. ഇതിനെ പറയുന്ന പേരാ അമ്മ. പകരം മക്കളെ കൊടുക്കും എന്നതല്ല. തന്റെ മകൻ കൊല ചെയ്തിട്ട് ഫ്രണ്ടിൽ മകൾക്ക് പൊഴിയും. മനസ്സുകൊണ്ട് പക്ഷെ ഇവൻ ചെയ്തു കാണും എന്ന് പറഞ്ഞിട്ട് ഇവൻ ചെയ്യില്ല എന്ന് പറയുന്ന ഒരേ ഒരു നാമത്തിന്റെ പേരാ അമ്മ. രഹസ്യമായിട്ട് പറയും, നീ ഇത് ചെയ്ത് തെറ്റ ചെറിയ ശാസ്ത്രങ്ങൾ ചെയ്യും. എന്റെ മകൻ മരണത്തിനാണ് ഏൽപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുമ്പോ ഏത് കുലക്കും എന്റെ മുമ്പിലും ആഞ്ഞടിച്ചെന്ന് പറയും. ഇവൻ ചെയ്യും. നമുക്കറിയാം മുടിയനായ പുത്രന്റെ അപ്പൻ നമ്മളെ കേട്ട എന്താണ് സമൂഹവും സഹോദരങ്ങളും എല്ലാം പഠിക്കാനായി മാറിക്കുമ്പോ എത്ര വേഷം മുഷിഞ്ഞു വന്നിട്ടും ഓടി എന്റെ മകനെ കണ്ടെങ്കിലും ആകാംക്ഷയോടെ ഇരിക്കുന്ന വിശ്വാസ പിതാവാണ് ഓടിച്ചെന്നാണ്. കാലിന് ചെരുപ്പ് മോതിരവും ഇതെല്ലാം ആത്മീയർത്ഥങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെത്ര മാലിന്യത്തിൽ വീണിട്ട് എന്തെല്ലാം ചെയ്തിട്ട് വന്നാലും ഒന്നിന്റെ അടുത്ത് വന്നെങ്കിൽ ചിലപ്പേ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ മക്കളാണ് നമ്മൾ. പല ആൾക്കാരും ആകർഷക്കാരാണ്. മക്കൾക്ക് കാണുമ്പോൾ പേടിയോ എനിക്കും അങ്ങനെയാണ്. ഞാൻ ദൂരെ നിന്നിട്ടാണ് അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ എനിക്ക് അറിയത്തില്ല അപ്പനടുത്ത് എന്ത് പറയണം, അത്രയ്ക്ക് ക്ലോസ് ആണ്. പല അപ്പന്മാരും അങ്ങനെയായിരുന്നു. ഒരിക്കലും അച്ഛൻ തന്റെ ഓർഡിനേഷൻ ലഭിച്ചതിന് ശേഷം ഈ കൈ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് വടക്കോട്ടൊക്കെ. എപ്പോഴും അങ്ങനെ വഴക്കാം. മക ഒന്ന് 10 മണിയായിട്ട് വീട്ടില് ഒരു ഓർഡിനേഷൻ കിട്ടിയപ്പോ അതിന്റെ കൈമുത്ത ശുശ്രൂഷ ഗമാണ്ടിരിക്കുകയും അപ്പൻ മാത്രം വരാനുണ്ട് കൈമുത്താനായിട്ട്. അപ്പൊ ഓരോ പ്രാവശ്യം അപ്പൻ പോകുമ്പോ അപ്പ എന്തുവാണ് അപ്പൻ ദേഷ്യപ്പെട്ടിട്ട് പോകും. ഒരു 10 അപ്പ ഉടനെ അപ്പ ഒന്ന് വിളിച്ചതിനർത്ഥ ഞാൻ അച്ഛനായി, എനിക്ക് അച്ഛൻ എന്ന് വേണം വിളിക്കാനല്ല. അവസാനം അപ്പൻ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. അപ്പനറിയാം രാവിലെ ഇരിക്കാൻ വേണ്ടി ടയേർഡാണ്, നീ പോയി കിടാ. അപ്പോ അപ്പൻ ഈ അച്ഛന്റെ സഹോദരിയുടെ കുഞ്ഞു കൂടെയാണ് കിടക്കാറുള്ളത്. പോയി കിടന്നിട്ട് കഥകൾ ചാടാനല്ല അച്ഛൻ ഇങ്ങനെ കിടക്ക് പോകും. കുറെ കഴിയുമ്പോൾ ഈ അച്ഛൻ അമ്മത്തിങ്ങനെ സ്വന്തം പിതാവ് കയറി വരുക. അപ്പൊ മനസ്സിൽ ഇപ്പോഴും ഒരു സ്വസ്ഥത തരും. എവിടെ കിടന്നാൽ ഒരു സ്വസ്ഥത തരും. ഉറക്കത്തിൽ ആള് വരിക. അതുകൊണ്ട് ഇങ്ങനെ കണ്ടു വന്നപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ സമയമായില്ലേ, ഉറങ്ങുവാന്ന് കിടന്നു. കുറേ 15 മിനിറ്റ് പതിയെ വന്നപ്പോ അപ്പോഴും കണ്ണു എന്തപ്പാ നീ ഉറങ്ങിയില്ലേ. അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോ വന്നു പതിയെ അടുത്ത് പോയിട്ട് അപ്പൊ അച്ഛൻ മനസ്സിലായി ഇനി കിടന്ന അടിയിൽ തട്ടിക്കുന്നത് ശ്വാസം പിടിച്ചിങ്ങനെ കിടന്നു. അപ്പൊ നെഞ്ചിൽ വന്ന ആദ്യം ഇങ്ങനെ പിടിച്ചു നോക്കി, മൂക്കിൽ കൈവച്ചിട്ട് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ആ കുട്ടിയെ തൊട്ട് ഉറങ്ങി മനസ്സിലായി. അടുത്ത് കിടന്ന കുഞ്ഞിനെ മൂർധാവിൽ കൊടുത്തിട്ട് അച്ഛൻ മൂർധാവിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മുഖത്തിന്റെ സൈഡിൽ കൊടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു
സ്വന്തം പിതാവ്, എനിക്ക് നിന്നെ ഇഷ്ടം. നീ അച്ഛനായ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. എനിക്ക് നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് പുതച്ചിരുന്ന തുണി മൂടിക്കൊടുത്തിട്ട് പോയി എന്നാണ്. ഇതിനെ പറയുന്ന പേരാണ് പിതാവ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പ്രായത്തിനോട് പറയാം, അച്ഛ, അമ്മേ, ഐ ലവ് യു എന്ന്. ഇതെല്ലാം അറിഞ്ഞും കേട്ടും ജീവിക്കുന്ന നമ്മളാണ് ലോകത്ത്. ഈ കുടുംബപരമായിട്ട് മാതാപിതാക്കളായിരിക്കുന്ന നമുക്ക് വളരെ പ്രതീക്ഷയോട് പ്രത്യാശയോടെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിഭജനങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ആയിരിക്കുന്ന വിധത്തിൽ ആയിരിക്കാതെ പോകരുത്. എന്റെയും നിങ്ങളുടെയും ഒരു പ്രവർത്തനം കൊണ്ട് എന്റെ ദൈവത്തിന്റെ സന്നിധിയില് ഒരു പച്ച നൃത്തത്തിനുമായിട്ട് പോകുവാൻ കഴിയണം. അച്ഛന്റെ കുടുംബം അത് നേടിയിട്ടില്ല. ഒരു സംഭവം കൂടെ പറഞ്ഞു, സമയം ലേറ്റാണ് എനിക്കറിയാം. ഒരിക്കൽ ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എപ്പോഴും ഈ 31 ഡിസംബർ 31 മദ്യം ഒഴുകാൻ ഡിസംബർ 31 തീയതിയാണല്ലോ. ഒരു 1 മണിക്കൂർ ഒരു മണിക്കൂർ ലൈറ്റിന്റെ ഒപ്പി എന്ത് വേണം യുവജനങ്ങൾക്ക് ചെയ്യാം. വളരെ മദ്യമൊക്കെ ഒഴുകാൻ കഴിയില്ല സംഭവം. ആ ദിവസം ഒരു യുവാവ് ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അതിന് മുമ്പ് ഞാൻ പറയാം, ഈശ്വരന്റെ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുക. ആ മീറ്റിംഗിൽ അച്ഛൻ രാവിലെ പറയുവാണ്, ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ഇന്ന് സാക്ഷ്യം പറയാനുണ്ട്. എല്ലാവർക്കും ഞെട്ടല്ല, കാരണം ബാംഗ്ലൂർ സിറ്റിയിലെ ആൾക്കാരറിയാമല്ലോ അവരെങ്ങനെ വിളിക്കുന്നത് സാക്ഷ്യം ആരും പറയില്ല. എല്ലാവരും സൈലന്റ് ആയ അച്ഛൻ വിളിക്കാൻ. അപ്പൊ ഒരു മനുഷ്യൻ വളരെ ഡ്രസ്ഡായി ലൈറ്റിൽ നോക്കി ഒരു മനുഷ്യൻ എനിക്ക് പറഞ്ഞ, എനിക്ക് ഒരു പിടി നിൽക്കാനറിയാവോ, കട്ട പിടി ആയിട്ട് നിൽക്കണം. ഇതുവരെ ഒരു നെല്ല് പോലും നേടിയിട്ടില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു, ഒരു നെല്ല് നിൽക്കതിന് എന്താണ് കഥ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഷട്ടി പിടിക്കുന്ന പണിയായിരിക്കും. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താണ് ഈ ഷട്ടി പിടി? ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ യാത്രകളിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് ഷട്ടി പിടിച്ചു കൊടുക്കും. ഇന്ന് നീ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ചോദിച്ചു ഓടി മാറി. ആൾക്കാരോടൊക്കെ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ട് കൈദോഷം കൊടുക്കും. ഇല്ല പേടി അടിക്കുന്നു ഓടി മറയും. ഇത് കേട്ട ഉടനെ ഒരു പണി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് മനുഷ്യനെ തേടി നടക്കുവാണ്. 9 വർഷത്തിന് മുമ്പ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ മദ്യത്തിന്റെ ലഹരിയില് ഇരിക്കണമെന്ന് വിചാരിച്ച് കുപ്പിയുമായിട്ട് ഞാൻ വരുമ്പോ ഒരു മനുഷ്യനെ ഷട്ടി പിടിച്ച് ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ഇത് കഴിഞ്ഞ് ഏജി ചർച്ചിന്റെ വേർഡാണ് പഴയ താമസിക്കുന്നത്. ഓടി ഏജി ചർച്ചിന്റെ വേർഡിൽ കയറിയപ്പോ അവിടെയും മെസ്സേജ് സ്വർഗം നരകം. ഈ പയ്യൻ ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നു, ഈ പയ്യൻ ഓടിയിറങ്ങി താഴോട്ട് ഓടിയിറങ്ങി കുപ്പി റോഡില് അടിച്ചിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ അലറി കഴിഞ്ഞു. കാരണം അന്ന് ശക്തി പിടിച്ചപ്പോഴേക്ക് ഇവിടെ അന്ന് ഞാൻ അന്വേഷിക്കുവാൻ മനുഷ്യനെ. അന്ന് ആ ബാംഗ്ലൂർ ഈസ്റ്റ് പരേഡ് ചർച്ച നടത്താം. ഏകദേശം 40 പേരെ വീട്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ തേടി നമ്മൾ നടക്കുവാണ്. എങ്കിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കും, ഒരു നെൽക്കതിർ ഞാൻ നേടിയിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ ഒരു പച്ച നെൽക്കതിരുമായിട്ട് നിൽക്കുക. ആ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റില്, ആ ബാംഗ്ലൂർ സിറ്റിയില്, ഇന്ത്യയിലെ പലയിടത്തും എത്ര നേടിയിട്ടുമാണ്. വെറുതെ ഒരു ഷട്ടിപ്പിടിയാ. എനിക്ക് നിങ്ങൾക്കും ആയിരിക്കേണ്ട ഇടങ്ങളിൽ ആയിരിക്കേണ്ട വിധത്തിലായിരിക്കാണ്ട് സ്കൂളിൽ നമ്മളൊക്കെ ഇരിക്കുന്നു. സ്കൂളിൽ നിങ്ങൾ യേശുവിനെ പറ്റി പറയാറുണ്ടോ? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞില്ല എങ്കിലും എവിടെയെങ്കിലും കിട്ടിയെന്ന് ഞാൻ പറയും. കാരണം അത് പഠിക്കാനുള്ളതല്ല, നമുക്ക് പറ്റുന്ന സമയം പറഞ്ഞിരിക്കും. പക്ഷേ എന്റെ പിള്ളേർക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാതെ ഞാൻ ഇല്ല. ഒരു 10 മിനിറ്റ് ഞാൻ ക്ലാസ്സിൽ സംസാരിക്കും. കാരണം ഞാൻ അപ്പോഴും കുളത്തിലെ താമരയായിരിക്കണം. എനിക്ക് ഈ ലോകത്തെ എല്ലാവരും കൂട്ടുണ്ട്. ഞാൻ ആരെയുണ്ടോ അവരെ കൊല്ലില്ല, ഇവരെ കൊല്ലില്ല, ഒരാളെ ഞാൻ മനസ്സിലില്ല, എല്ലാവരും. പക്ഷേ എനിക്ക് ആ ചേറിലെ താമരയാകാൻ കഴിയണം. എന്റെ ശരീരത്തിൽ ഒരു ചേർ പോലും ഉണ്ടാകുക. ഞാനും നിങ്ങളും ചെയ്തില്ലേ താമരയായിരിക്കാം. ആരോട് വേണോ നമുക്ക് കൂടാം, എങ്ങനെ വേണോ ആയിരിക്കാം. ആയിരിക്കുന്ന വിധത്തിൽ നാം ആയിരിക്കാം. കാരണം നമ്മൾ എങ്ങനെയായിരിക്കുന്നു ആ നല്ല ഗുണങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ കുടുംബകാലത്തില് വെളിപ്പാട് പുസ്തകം 11:20 20
ഒടുവിലുള്ള സിംഹാസനവും അദൃശ്യമാകാരത്തും ജനങ്ങളെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ പാരന്റ്സായ നമുക്ക്, അധ്യാപകരായ നമുക്ക്, വിദ്യാർത്ഥികളായ നമുക്ക് ഒരു കറ്റ റിലോഷത്തിന്റെ കുടുംബവും ആയിരുന്നത് പോലെ ഒരു കറ്റ ബന്ധത്തിലുമായിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ ഈ കുടുംബവനം വളരെ വളരെ അർത്ഥവത്തായി എന്ന് നമുക്ക് പറയുവാൻ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോ